സിംഗിൾ സെൽ തിൻ വാൾഡ് ട്യൂബിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രോബ്ലം നമ്മൾ ഇനി കാണാൻ പോകുന്നത് ട്യൂട്ടോറിയൽ ബുക്കിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 tubular sections shown in the figure have the same wall thickness രണ്ടിലും സെയിം തന്നെയാണ്, T ആണ്, and the same circumference. അതിന്റെ സർക്കംഫറൻസ് പെരിമീറ്ററിന്റെ വാല്യൂ സെയിം തന്നെയാണ്. Neglecting the stress concentration, find the ratio of shear stresses. കണ്ടുപിടിക്കേണ്ടത് ഷിയർ സ്ട്രെസസിന്റെ റേഷ്യോ ആണ് of these two objects. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ കേസിൽ യു ഹാവ് ടു ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസസ് ഫോർ ഈക്വൽ ട്വിസ്റ്റിംഗ് മൂവ്മെന്റ്. രണ്ടിന്റെയും ടോർക്ക് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൂവ്മെന്റ് സെയിം ആവുന്ന കേസിൽ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് ടോന്റെ വാല്യൂ കണ്ടുപിടിക്കുക, റേഷ്യോ കണ്ടുപിടിക്കുക. രണ്ടാമത്തത് ഈക്വൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, തീറ്റ രണ്ടിന്റെയും സെയിം ആവുന്ന കേസിൽ ഉണ്ടാവുന്നതും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോന്റെ വാല്യൂ ഇഫ് ദ വാല്യൂ ഓഫ് തീറ്റ ഈസ് സെയിം ഫോർ ബോത്ത് കേസസ്. One by one ഇത് സോൾവ് ചെയ്യാം. Before that, let's see what is the circumference of these two objects. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, തിൻ വാൾഡ് ട്യൂബ്സ് ആകുമ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് ഡയമെൻഷൻ എടുക്കേണ്ടത് എപ്പോഴും അതിന്റെ സെന്ററിലേക്കാണ്, വാൾ തിക്നെസിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആവശ്യം. ഇവിടെ ഫോർച്ചുനേറ്റ്ലി നമുക്ക് തന്നിട്ടുള്ള റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെന്ററിലേക്കുള്ളതാണ്, ഇന്നറിലേക്ക് ഔട്ടറിലേക്ക് ഉള്ളതല്ല. കുഴപ്പമില്ല. നമുക്ക് ഇനി ഇവിടെ നോക്കാം. ഇവിടെയും ഈ ലെങ്ത് ബി തന്നിട്ടുള്ളത് ഇന്നർ ആ മിഡിൽ ടു മിഡിൽ ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് അവിടെയും പ്രശ്നമില്ല. സോ നമുക്ക് രണ്ടിന്റെയും സർക്കംഫറൻസുകൾ നോക്കാം. നമുക്കറിയാം സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 2πr ആണ്. ഇവിടെ റേഡിയസ് എ തന്നിട്ടുള്ളത്. സോ ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2πa. സർക്കംഫറൻസ് 2πa ആണ്. ഈ കേസിലാണെങ്കിൽ നമുക്കറിയാം ബി ആണ് ഒരു സൈഡ് ഡയമെൻഷൻ, അപ്പൊ 4b ആണ് നമ്മുടെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്, വി ഹാവ് ദ സെയിം സർക്കംഫറൻസ്, രണ്ടിന്റെയും സർക്കംഫറൻസ് സെയിം ആണ്. സോ 2πa ഈസ് ഈക്വൽ ടു 4b. From that I can write b is equal to 2πa by 4, or this is equal to pi a by 2. അപ്പോ നമുക്ക് b നെ നമുക്ക് ഇതിന്റെ ടേംസ് നമുക്ക് കിട്ടി. അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസസ് ഫോർ ഈക്വൽ ട്വിസ്റ്റിംഗ് മൊമെന്റ്. രണ്ടിന്റെയും ട്വിസ്റ്റിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക് സെയിം ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഷിയർ സ്ട്രെസിന്റെ റേഷ്യോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു കാര്യം ടോർക്കിന്റെ ഫോർമുല എഴുതാം. വി നോ ദ ഫോർമുല ഫോർ ടോർക്ക് ഈസ് ഈക്വൽ ടു 2qa, where shear flow q is equal to tau into t. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 tau t into a. So this is the expression for torque. നമുക്കറിയാം രണ്ടിന്റെയും സെയിം ട്വിസ്റ്റിംഗ് മൊമെന്റിന്റെ ടോർക്ക് സെയിം ആവുകയാണെങ്കിൽ we can write torque of the circle tc is equal to torque of the square ts. That is, നമുക്ക് എന്ത് എഴുതാം? torque of the circle എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ എക്സ്പ്രഷൻസ് വെച്ച് 2 into tau of the circle t of the circle into a of the circle is equal to 2 into tau of the square into t of the square into a of the square. നമുക്ക് അങ്ങനെ എഴുതാൻ സാധിക്കും. ഇതിലെ കോമൺ ടേംസ് നമുക്ക് റിമൂവ് ചെയ്യാം. 2 രണ്ട് സൈഡിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. തിക്നെസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ദ വാല്യൂ ഓഫ് തിക്നെസ്, വാൾ തിക്നെസ് ഇസ് ദ സെയിം. അതുകൊണ്ട് തന്നെ ടി സിയും ടി എസും സെയിം ആണ്, വാൾ തിക്നെസ് രണ്ടിലും സെയിം ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റും. ടോ സി ഇൻറ്റു എ സി ഇസ് ഈക്വൽ ടു ടോ എസ് ഇൻറ്റു എ എസ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസസ് ആണ്. അതായത് ടോ സി ബൈ ടോ എസ്, ഷിയർ സ്ട്രെസ് ഓഫ് ദ സർക്കിൾ ടു ദ ഷിയർ സ്ട്രെസ് ഓഫ് ദ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഈ എക്സ്പ്രഷൻ അനുസരിച്ച് എ എസ് ബൈ എ സി. എ എസ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ വൺ സൈഡ് ഡയമെൻഷൻ ബി ആണ്, അപ്പോൾ ഏരിയ ബി സ്ക്വയർ വരും. ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ സർക്കിൾ. നമുക്കറിയാം പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിന്റെ റേഡിയസ്, ഇവിടെ ആർ എ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു പൈ എ സ്ക്വയർ. നമുക്കിവിടെ ഈ എക്സ്പ്രഷൻ ബിനെ നമ്മൾ എ ടേംസിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ റേഷ്യോ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബി എ രണ്ട് ടേംസ് പാടില്ല, ഇതിനും ഒന്നിന്റെ ടേംസിലേക്ക് മറ്റേ മാറ്റി ചേർക്കാം. നമ്മൾ ഓൾറെഡി ബി ഈസ് ഈക്വൽ ടു പൈ എ ബൈ 2 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു പൈ എ ബൈ 2 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, അടുത്തത് പൈ എ സ്ക്വയർ ആണ്, എ സി എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ പൈ എ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ എ സ്ക്വയർ by 4 divided by into pi a square. അപ്പോൾ ഇവിടെ a square ക്യാൻസൽ ആയി, പൈ സ്ക്വയറും പൈയും ക്യാൻസൽ ആയി, ബാക്കി എന്ത് വന്നു? ദിസ് ഈസ് ഈക്വൽ ടു പൈ ബൈ 4. സോ ഫൈനലി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ഓഫ് ദ സർക്കിൾ ടു ദ ഷിയർ സ്ട്രെസ് ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു പൈ ബൈ 4. ആ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. Now let's see the second part. സെക്കൻഡ് പാർട്ടിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസസ് ഫോർ ഈക്വൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റയുടെ വാല്യൂ രണ്ടിലും സെയിം ആണെങ്കിൽ യു ഹാവ് ടു ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസസ്. നേരത്തെ ചെയ്ത പോലെ തന്നെ
അപ്പോൾ നമുക്കറിയാം ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് തീറ്റയുടെ ഫോർമുല ഇതാണ് T divided by 4a square g into surface integral of ds by t. നമുക്ക് ഇതിനൊന്ന് ചെറിയ ചേഞ്ചസ് വരുത്താം. T എന്ന് പറഞ്ഞാൽ നമുക്കറിയാം that is equal to 2qa ആണ് അല്ലേ? The value of torque T is equal to 2qa which is equal to 2 into tau T into a. അപ്പോൾ ആ ചേഞ്ചോടെ വരുത്താണ് this is equal to 2 into tau Ta divided by 4a square g into surface integral of ds by t. ആ ആംഗിൾ ഓഫ് ട്വിസ്റ്റിന്റെ ഫോർമുല തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നത് എയും എ സ്ക്വയറും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ 2 ഉണ്ട്, അത് മാറ്റി നമുക്ക് ഇവിടെ താഴെ 2 നോക്കാൻ പറ്റും. സോ ഫൈനലി ദി എക്സ്പ്രഷൻ ഫോർ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് തീറ്റ ഈസ് ഈക്വൽ ടു tau t divided by 2ag into surface integral of ds by t. So that is the expression for angle of twist per unit length theta. Theta terms layer നമ്മൾ അതിനെ ടോയിലും theta terms ലേക്ക് മാറ്റി. അതാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. ഓക്കെ, അപ്പോൾ കേസ് ബി പറയുന്നത് ഈക്വൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്നാണ് പറയുന്നത്. ഈക്വൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ തീറ്റ ഓഫ് സർക്കിൾ സി ഈസ് ഈക്വൽ ടു തീറ്റ ഓഫ് സ്ക്വയർ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഈ ഒരു ഫോമിലേക്ക് മാറ്റുവാണെങ്കിൽ തീറ്റ ഓഫ് സി, തീറ്റ ഓഫ് സർക്കിൾ എന്ന് വെച്ചാൽ ടോ സി TC divided by 2ACGC into surface integral of ds by t of the circle is equal to ഇതാണ് angle of twist per unit length of the circle. എല്ലാത്തിനും suffix c എന്ന് കൊടുത്തു which means the feature of circle. ഇങ്ങനെ സ്ക്വയറിന്റെ ആണെങ്കിൽ തീറ്റ ഓഫ് എസ് ആണെങ്കിൽ tau s ts divided by 2ASGS into surface integral of ds by t of s എന്ന് വെച്ചാൽ സ്ക്വയർ. അപ്പോൾ ഇതേ ഫോർമുല സ്ക്വയറിന്റെ ടേംസിൽ എഴുതി. ഇനി ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ സെയിം ആയിട്ട് വരുന്നുള്ളത് നോക്കാം. തിക്നെസ് രണ്ടിന്റെ ടി തന്നെയാണ്, സെയിം തന്നെയാണ്. സോ തിക്നെസ് ടേംസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 2 രണ്ടുപേർക്കുണ്ട്, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ജി മോഡുലസ് ഓഫ് റിജിഡിറ്റി രണ്ടും സെയിം മെറ്റീരിയൽ തന്നെയാണ്. സോ ജി വാല്യൂ സെയിം ആണ്, അപ്പോൾ ജിയും ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി നിങ്ങൾ നോക്കാം സർഫസ് ഇന്റഗ്രൽ ഓഫ് ds by t എന്ന് വെച്ചാൽ എന്തായിരുന്നു? ds by t എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സൈഡിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ അതിന്റെ തിക്നെസ്. സർഫസ് ഇന്റഗ്രൽ ഓഫ് ds by t എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിന്റെയും ലെങ്ത് ബൈ തിക്നെസിന്റെ സമ്മിനെയാണ് നമ്മൾ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? പെരിമീറ്റർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ds എന്ന് വെച്ചാൽ പെരിമീറ്റർ ആണ് ഡിവൈഡഡ് ബൈ തിക്നെസ്. തിക്നെസ്സോടെ യൂണിഫോം ആണ്. അപ്പോൾ ds by t എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് പെരിമീറ്റർ ഡിവൈഡഡ് ബൈ തിക്നെസ്. അപ്പോൾ രണ്ട് സൈഡിലും നമുക്കറിയാം പെരിമീറ്റർ സെയിം ആണ്, രണ്ടിന്റെയും തിക്നെസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിന്റെ സർഫസ് ഇന്റഗ്രൽ ds by t എന്ന് പറഞ്ഞിട്ട് രണ്ട് സൈഡിലും സെയിം തന്നെയാണ്. ഒന്നുകൂടെ പറയാൻ റീസൺ ds by t എന്ന് വെച്ചാൽ ഒരു സൈഡിന്റെ ലെങ്ത് ഡിവൈഡ് ബൈ അതിന്റെ തിക്നെസ്. സർഫസ് ഇന്റഗ്രൽ ഓഫ് ds by t എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡിന്റെയും സം, എല്ലാ സൈഡിന്റെയും ലെങ്ത്തിന്റെ സം ഡിവൈഡ് ബൈ ഇറ്റ്സ് തിക്നെസ്. എല്ലാ സൈഡിന്റെയും ലെങ്ത്തിന്റെ സം എന്ന് വെച്ചാൽ എന്താണ്? പെരിമീറ്റർ ആണ്. സോ സർഫസ് ഇന്റഗ്രൽ ds by t എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പെരിമീറ്റർ ബൈ തിക്നെസ് ആണ്. ഇപ്പൊ രണ്ട് ഒബ്ജക്ട്സിന് പെരിമീറ്റർ സെയിം ആണ്, തിക്നെസ് സെയിം ആണ്. സോ ആ ടേംസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ ഫൈനലി വാട്ട് യു ആർ ഒബ്റ്റെയിനിങ് ഈസ് tau c by ac is equal to tau s by as. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഷിയർ സ്ട്രെസിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. tau c divided by tau s is equal to ac divided by as. അപ്പോൾ ac ഏരിയ ഓഫ് സർക്കിളും as ഏരിയ ഓഫ് സ്ക്വയറും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. ഏരിയ ഓഫ് സർക്കിൾ നമുക്കറിയാം പൈ a സ്ക്വയർ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു പൈ a സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് വെച്ചാൽ b സ്ക്വയർ ആണ്. This is equal to pi a square divided by d square. എന്തായിരുന്നു നമ്മളോട് b ക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു pi a by 2 all square. Pi a by 2 the all square. അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. That is equal to pi a square into 2 square 2 by pi a the all square which is equal to pi a square into 4 divided by pi square a square. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ഏതൊക്കെയാണ്? a സ്ക്വയേഴ്സ് രണ്ടും ക്യാൻസൽ ആയിപ്പോയി, പൈയും കൊടുത്ത സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 by pi. ഓർ ഇൻ അതർ വേർഡ്സ് നമ്മുടെ ക്വസ്റ്റ്യനിനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഷിയർ സ്ട്രെസിന്റെ റേഷ്യോ tau c by tau s is equal to 4 by pi. So that is the ratio of shear stresses if the angle of twist theta is the same.